ഓ ആത്മവിശ്വാസമല്ല, ഉറപ്പാണ്. വെറും വിശ്വാസമൊന്നുമല്ല. ആ ബോംബൊന്നുമില്ല, കാര്യമില്ലാന്നല്ലേ നമുക്ക് എല്ലാവർക്കും അറിയില്ല. പാർട്ടി എങ്ങനെയും ബാധിച്ചിട്ടില്ല. കാരണം ജയരാജൻ തന്നെ പറഞ്ഞു, ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എൻ്റെ പേരിൽ കള്ളപ്രചാരവേല നടത്തിയിട്ടുള്ളതാണ്. ആ പ്രചാരവേല നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ട് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും, അതുപോലെ തന്നെ DGPക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. എന്ത് അല്ല, ഒരാലോചനയിലേക്ക് പിന്നെ ഇങ്ങനെ വരൂല്ലോ. ആര് മാതിരി ചോദ്യത്തിനൊന്നും മറുപടിയില്ല കേട്ടോ. ജയരാജൻ എന്ന് പറയുന്നത് CPI സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. പിന്നെ ഞങ്ങൾക്കെതിരായിട്ടാണോ മറ്റേ ജയരാജനെതിരായിട്ടാണോ ഗൂഢാലോചിക്കുന്ന വല്ല കാര്യമുണ്ടോ? പാട്ട് ശരിയായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു തന്നെ വെറുതെ മനസ്സിലാക്കാനായിട്ട് ഇല്ലാത്ത കാര്യം അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചിരിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നു പറയുന്ന ദിവസം ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളെങ്കിലും പറയണ്ടേ? ജയരാജനാണല്ലോ പുസ്തകം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ് ഞാൻ പുസ്തകം എഴുതി പൂർത്തിയായിട്ടില്ല. പൂർത്തിയാവാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത, അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളടക്കത്തിൻ്റെ പേരിൽ അവസാനം സരിൻ്റെ പേര് കൂടി വലിച്ചഴച്ചുകൊണ്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തുക എന്നുള്ളത് പാർട്ടി വിരുദ്ധമാണ്. അതാണ് ഞാൻ എല്ലാറ്റിലും കാണുന്നത്. ഇതുപോലെ തന്നെയാണ്. അന്വേഷണം ഗവൺമെൻറ് തലത്തിൽ അന്വേഷണം നടത്താൻ നിയമപരമായിട്ടും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്ന് ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, പാർട്ടി പരിശോധിക്കേണ്ട കാര്യം. പുറത്തു വന്ന കാര്യങ്ങളെ പറ്റിയില്ലേ ഞാൻ പറഞ്ഞത് ആദ്യം. ജയരാജൻ തന്നെയല്ലേ പറഞ്ഞത്. അതൊന്നും ജയരാജൻ പറഞ്ഞതോ എഴുതിയതും അല്ല. പിന്നെ പറയണത് നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ജയരാജൻ പറഞ്ഞത് ഇങ്ങനെയൊരു കാര്യം ഞാൻ എഴുതിയതല്ല, ഞാൻ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് തെറ്റായ ഒരു അവതരണമാണ്. അതിനെതിരായി നിയമ നടപടി ഞാൻ സ്വീകരിക്കും. DGPക്ക് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. എന്തായാലും ഇത്ര എപ്രാളം പിടിക്കേണ്ട കാര്യമുള്ളത്. ഇതിലിപ്പോൾ ജയരാജൻ എന്ത് ചെയ്തു? ജയരാജൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കും, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. അതല്ലേ സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞത്. നിയമപരമായ നടപടി സ്വീകരിക്കുന്നു. അതത്രേ. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് എത്തിയത്. പാർട്ടി വിശ്വസിക്കുകയാണ്. പിന്നെന്താ? അതുൾപ്പെടെ എല്ലാം അന്വേഷിക്കേണ്ടത്. അന്വേഷിച്ചിട്ട് വരട്ടെ. ആരൊക്കെ എഴുതിയെന്നുള്ളതെല്ലാം വരട്ടെ. അത് മാത്രമല്ലല്ലോ പുറത്തു വന്നത്. ബാല്യകാല അനുഭവങ്ങൾ മാത്രമല്ലല്ലോ പുറത്തു വന്നത്. അല്ല, അത് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ശരി, അത് മാത്രമല്ലല്ലോ പുറത്തു വന്നത്. അതിനിപ്പോൾ എന്തൊക്കെയോ ചേർത്ത് വന്നല്ലോ. അതല്ലേ പ്രശ്നം. എല്ലാ രീതിയിലും സംശയമുണ്ട്. തള്ളുകയാണ്. പാർട്ടിയും തള്ളുകയാണ്. പാർട്ടിയും പൂർണ്ണമായി തള്ളുകയാണ്. ആര് അല്ല, പ്രസാദനത്തെ ആരെങ്കിലും ഏൽപ്പിച്ചാലേ പ്രസാദകർ ഉണ്ടാകുക. ഞാനൊരു പുസ്തകം എഴുതി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിക്കാതെ പ്രസാദകരുണ്ടാവുമോ? അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടിയാണ്. ഇല്ലാന്ന് ഉറപ്പല്ലേ? കരാറുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പറയും ആരെങ്കിലും. ഞാൻ ചോദിച്ച ഓരോന്നിനും മഴ പറഞ്ഞു. അതിനൊരു കരാറുമില്ല, അവരുമായിട്ട് ഒരു കരാറുമില്ല, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് അവർ പുസ്തകം പ്രസിദ്ധീകരിക്കുക? പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തീയതി നിശ്ചയിക്കുക. നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരാ അതിൻ്റെ മേലെ കയറാൻ പോകുന്നതൊന്നും? മാധ്യമമാണ് ഇതിനെ ഉണ്ടാക്കി. പറയാൻ ഉണ്ടാക്കിയത് മാധ്യമം തന്നെയാണ് ഇതുണ്ടാക്കിയത്. EP ജയരാജനുമായി
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണശാല പുറത്തിറക്കുന്നുവെങ്കിൽ അതിന് ജയരാജൻ ആയാലും ഞാനായാലും ആരായാലും അവരുടെ കൃത്യമായിട്ടുള്ള കരാറും വ്യവസ്ഥയും ഉണ്ടാവേണ്ടതുണ്ട്. അതില്ലാത്തടത്തോളം കാലം സ്വാഭാവികമായിട്ടും ഇത് വ്യാജമായി രൂപപ്പെടുത്തിയ ഒന്നാണ് എന്ന് വ്യക്തല്ലേ? അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. അത് അങ്ങനെയുള്ളൊരു പുസ്തകം ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ജയരാജൻ തന്നെയാണ് പറയുന്നത്. അല്ല, സൂചനകൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യണ്ട. അത് സംബന്ധിച്ചെല്ലാം നമ്മുടെ അന്വേഷണം നടത്തി പൂർത്തിയാവട്ടെ, അന്നേരം നോക്കാം.